ഒരുപാട് സിനിമാ താരങ്ങൾ വന്നുവെങ്കിലും വിമലയെ ആശ്വസിപ്പിക്കാൻ വലിയ സിനിമാ താരങ്ങളിൽ ആദ്യം എത്തിയത് മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തുമാണ്. നിരവധി താരങ്ങൾ ശ്രീനിവാസന്റെ തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തി. എന്നാൽ വിമലയെ ആശ്വസിപ്പിക്കാൻ ആദ്യം തുനിഞ്ഞത് മമ്മൂട്ടിയും ഭാര്യയും തന്നെയാണ്. ആദ്യം ശ്രീനിവാസനെ മാറി നിന്ന് നോക്കുകയായിരുന്നു മമ്മൂട്ടി. നിശ്ചലമായി പോയതുപോലെ തോന്നി. ശരീരമാകെ തണുത്തു വിറച്ചു നിൽക്കുന്നത് പോലെയായിരുന്നു മമ്മൂട്ടി ശ്രീനിവാസനെ ദൂരെ നിന്ന് മാറി നോക്കിയത്. ആ സമയത്ത് സുൽഫത്ത് ഓടി വിമലയുടെ കൈ പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലാക്കി മമ്മൂട്ടി നടന്നു വന്ന് ശ്രീനിവാസനെ അടുത്തുനിന്ന് നോക്കുകയും പതിയെ സത്യങ്ങളെല്ലാം വിശ്വസിച്ചും അത് മനസ്സിലാക്കുകയും വിമലയുടെ കൈ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒരു വാക്കധികം ആരോടും സംസാരിച്ചില്ല. വളരെ ദുഃഖിതനായിട്ടാണ് കണ്ടത്. ഇത്രയും അധികം ദുഃഖിതനായി മമ്മൂട്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണ് മാധ്യമങ്ങളെല്ലാം എഴുതിയത്. മാധ്യമങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും മുഖം കൊടുക്കാതെ താഴേക്ക് നോക്കി നടന്നു പോവുകയായിരുന്നു. കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കണ്ണു നിറഞ്ഞതാരും കാണാതിരിക്കാനാണ് മമ്മൂട്ടി അങ്ങനെ നടന്നിട്ടുണ്ടാവുക. എല്ലാവർക്കും അത് മനസ്സിലാകും. കഥ പറയുമ്പോൾ എന്ന സിനിമയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ബാർബറാം ബാലൻ. സിനിമാ താരമായ അശോക് കുമാറിൻ്റെ സുഹൃത്തായ ബാർബറാം ബാലൻ. ആ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവിടെ വായിക്കുന്നില്ലായിരുന്നെങ്കിൽ പോലും പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റിയത് അത് തന്നെയായിരുന്നു. അത്രമാത്രം വേദനയിലാണ് ഇപ്പോൾ ആ കുടുംബത്തോടൊപ്പം സിനിമാ താരങ്ങളോടൊപ്പം മലയാളികളും കടന്നു പോകുന്നത്. ശ്രീനിവാസൻ മരിച്ചുവെന്ന് വിശ്വസിക്കാനാകുന്നില്ല. ഇന്നലെ എന്നതുപോലെ അദ്ദേഹം സിനിമകളിൽ നിറഞ്ഞു നിന്നത് ഓർമ്മയുണ്ട്. മകൻ്റെ സിനിമകളിലും മക്കൾ അഭിനയിക്കുന്ന സിനിമകളിലുമൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയായിരുന്നു ശ്രീനിവാസൻ. ആരുടെ സിനിമയിലും അഭിനയിക്കും. അഭിപ്രായങ്ങൾ ചോദിച്ചാൽ വെട്ടിത്തുറന്നു പറയും. അത്രയേറെ എല്ലാവരോടും വളരെയധികം ഒരേപോലെ പെരുമാറുന്ന വ്യക്തി. മക്കളാണെന്നോ ഒന്നുമില്ല, എല്ലാവരോടും ഒരുപോലെ. അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ എന്ന വ്യക്തി മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി ജീവിച്ചത്. സാധാരണ ജീവിതം നയിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീനിവാസന് ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ തന്നെയും 5 രൂപയും 10 രൂപയിലുമായി ജീവിച്ചിരുന്ന അദ്ദേഹം പിന്നീട് മമ്മൂട്ടിയിൽ നിന്ന് കടം വാങ്ങി വിവാഹം കഴിച്ചതുപോലും എല്ലാവർക്കും ഓർമ്മയുണ്ട്. വിമലയെ വിവാഹം കഴിക്കാനായി ആഡംബരമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്രകാരം നടന്ന വിവാഹമാണെങ്കിലും ചെറിയൊരു തുകയെങ്കിലും കയ്യിൽ വേണമല്ലോ. എന്നാൽ അതുപോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എടുക്കാനില്ലായിരുന്നുവെന്ന് പറയുന്നു. ആ ഒരു സമയത്ത് പോലും സഹായിക്കാൻ ആദ്യം ഓടിയെത്തിയത് നടൻ മമ്മൂട്ടിയാണ്. ഇന്നിപ്പോൾ ഇതാ അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകാനും ആദരാഞ്ജലി പൂക്കളർപ്പിക്കാനും ആദ്യമെത്തിയത് മമ്മൂട്ടി തന്നെയാണ്. എല്ലാം ഒരു നിയോഗം പോലെ. എല്ലാം വളരെ പെട്ടെന്ന് കടന്നുപോയി. വളരെയധികം സങ്കടത്തോടെയല്ലാതെ ഒരാൾക്കും അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം മരിച്ചത് മലയാള സിനിമയ്ക്ക് ഒരിക്കലും പകരം വയ്ക്കാനാകാത്ത വലിയ ഒരു തിരക്കഥാകൃത്ത് തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം. എല്ലാവർക്കും അതൊരു സങ്കടം തന്നെയാണ്. കാരണം ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത താരമെന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.